ഹലോ ഓൾ. സോ വെൽക്കം ടു സെക്കൻഡ് വ്ളോഗ് ഓഫ് അവർ ന്യൂ ചാനൽ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിലേക്ക് എൻ്റെ വീട്ടിൽ സെക്കൻഡ് ഫ്ലോറിൽ, അതായത് മൂന്നാമത്തെ നിലയിൽ ഫുള്ള് ഞാൻ എൻ്റെ സ്റ്റുഡിയോയും ജിമ്മും ഒക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജിമ്മിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ വീട്ടിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ജിമ്മിൽ പോകാറില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 1-2 ആഴ്ചയിലേക്ക് മാറി നിൽക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് ഞാൻ ഏതെങ്കിലും ജിമ്മിൽ പോകാറ്. അല്ലാത്തപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ 6 വർഷവും ഞാൻ വീട്ടിലെ ജിമ്മിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിലെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഞാനങ്ങനെ ഒന്നും അവിടെ വാങ്ങിച്ചു കൂട്ടില്ല. എല്ലാം ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അവിടെ ഓരോ എക്യുപ്മെൻറ്റ്സും മെഷീൻസൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഞാൻ ആമസോണിൽ നിന്ന് പുതിയൊരു സാധനം അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജിമ്മിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ജിമ്മ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമാണോ? ഇത് നമ്മുടെ സ്റ്റുഡിയോ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് നമ്മൾ ജിമ്മാണ്. ഇവിടെ ട്രെഡ്മില്ല്. ഇത് ഞാൻ 2020 സംതിങ്ങിൽ വാങ്ങിച്ചത്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ബെഞ്ചാട്ടോ ഇത്. 2020 വാങ്ങിച്ചിട്ട് ഇതുവരെയായിട്ടും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിക്ലൈൻ, ഇൻക്ലൈൻ, ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് പൊക്കിയും വെക്കാൻ പറ്റും, താത്തിയിട്ട്. അപ്പം ചെസ്റ്റിൻ്റെ ഒരുപാട് എല്ലാ ബെഞ്ച് പ്രസ് പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ കുറച്ച് ഡംബിൾസാണ്. തൽക്കാലം ഇത്രയും ഡംബിൾസൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഈ മെഷീനാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെയല്ല കിട്ടുന്നത്, പീസായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്തെടുക്കുകയാണ്. ഇത് കൊറിയർ വന്നതും ഇത് അസംബിൾ ചെയ്യുന്നതൊക്കെ ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാം. നമ്മുടെ ഇവിടെ ഐസാഫ് മോന് വന്നിട്ടുണ്ട്. ഐസാഫ് മോന് ഓടുന്നു, റൺ ചെയ്യുന്ന ഐസാഫ്. ഞാൻ ഇൻട്രോവേർട്ടാണ്. അയ്യോ, മോന് എന്തായാലും എൻ്റെ വ്ളോഗിൽ നീ അങ്ങോട്ട് വരാനുള്ളതാണ്. പിന്നെ മോന് ഇൻവെർട്ടറായിട്ട് കാര്യമില്ല, ഞാൻ ജനറേറ്ററാണ്, എന്നിട്ട് ഞാൻ വരും. ഇതാണ് നമ്മുടെ ഐറ്റം. നോക്കി ക്യാമറ ഇവിടെ എവിടെ നിന്ന് താനൊക്കെ ഗതി പിടിക്കുള്ളൂ. സാധനമൊക്കെ എടുത്ത് പിറക്കി എല്ലാം ചടപടെ നായി എല്ലായിടത്തും നിരത്തി വെക്കും. പക്ഷെ എന്നാലും ഇൻസ്റ്റലേഷൻ തരേണ്ടതായിരുന്നു. അല്ലല്ല, ഇൻസ്റ്റലേഷൻ ഫ്രീ ഇല്ല, ഇൻസ്റ്റലേഷൻ ചാർജ് കൊടുക്കണം. ഇത് ബേസ് ആയിരിക്കും അല്ലേ, കാലായിരിക്കും. അല്ല, ഇതായിരിക്കും മേപ്പോട്ട് പോകുന്നത്. ആത്തുമോനെ വെച്ച് വിവരം കാണുമെന്ന് വിചാരിച്ചാൽ ആത്തുമോനെ വിളിച്ചു. ഇതിപ്പോൾ അവനെ വിളിച്ചു തന്നെ ഏറ്റവും വലിയ വണ്ടത്തരമായിട്ട്. നീ കേബിളിൻ്റെ കൂടെ 2 പുള്ളി വരും. ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കൂടെ. ഇവനോട്ട് എവിടെ പരിപാടി ആരംഭിച്ചാൽ ഇതാണ് അവസ്ഥ. അതിനകത്തുണ്ടോ നോക്കി. അതേ അടയ്ക്കും അമ്പട. ഇതുപോലത്തെ ഒരു സാധനമാണല്ലോ. ഇതല്ലേ ആ സാധനം. ഇതാണ് ബേസ്. ഒരിടയ്ക്ക് എല്ലാ വ്ളോഗ്സും റോഡായിരുന്നു. അതെ, ഇപ്പം എല്ലാവരും ഹോളിലാൻഡ്. എന്ത് കണ്ണ മരിക്കണ്ട. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഏതാ ഫ്രണ്ട് പോർഷൻ? ആ സുന പിക്ചർ എടുത്തോണ്ട് പിക്ചർ അഭി ബാക്കി ഹെ മേരെ ദോസ്ത്. കമന്നിരിക്കണം. ഫ്രണ്ട് പോർഷൻ ഏതാ? ഓക്കെ. പക്ഷെ അവർക്ക് 2 പുള്ളിക്കുള്ള ഇതുണ്ടല്ലോ, നമുക്ക് ഒറ്റ പുള്ളിയുള്ളൂ. ഇങ്ങനെയാണോ?
നെക്സ്റ്റ് എന്താ, ഇതിവിടുത്തെ ഞെട്ടും ബോൾട്ടല്ലേ? ഞെട്ടും ബോൾട്ടൊന്നും മാറിപ്പോയി. ഇനി എന്താ? അങ്ങനെ നമ്മൾ ഇവനെ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തെടുത്തു. ഈ ഒരു ഒറ്റ മെഷീനിൽ ഒരുപാട് വർക്കൗട്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മെഷീൻ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും വർത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ഡംബൽസ് ഒക്കെ കൂടുതൽ വാങ്ങിക്കണമെന്നുണ്ട്. കുഴപ്പമില്ല, ഈ വെയിറ്റൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഹെവി ലിഫ്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റുള്ള ഡംബൽസ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ ഡംബൽ വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊക്കാനാണെങ്കിൽ നമുക്ക് ചുമ്മാ പൊക്കാനാണെങ്കിൽ ഈ ഡംബൽസ് ഒന്നും ആവില്ല. അതുകൊണ്ട് ഡംബൽസ് എടുത്തിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഫീൽ ചെയ്ത് നമുക്ക് ആ ഒരു സ്ട്രെസ്സ് മസിൽസിൽ ഫീൽ ചെയ്യും. ആ രീതിയിൽ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ സെറ്റ്സിൻ്റെ ഇടയ്ക്ക് വലിയ ബ്രേക്ക് കൊടുക്കാറില്ല. ഒരു സെറ്റ് ഇപ്പോൾ 12 റെപ്സ് അല്ലെങ്കിൽ 15 റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ്സ് ആയിരിക്കും മാക്സിമം ഞാൻ റെസ്റ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ഒരുപാട് വെയിറ്റ് എടുത്ത് പോക്കേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം നമ്മൾ ആ ഒരു സ്ട്രെസ്സ് പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സെറ്റ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ മസിൽസിന് നല്ല ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനാവശ്യമായിട്ട് ചെയ്യുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മളൊരു 30 സെക്കൻഡ്സ് വർക്കൗട്ട്സിൻ്റെ ഇടയിൽ റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ട്രൈസെപ്സിൻ്റെ റോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ക്ലിപ്പ് ഊരിയിട്ട് ആ റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ലോ പുള്ളി റോ, അതുപോലെ നീ റൈസ്, ബൈസെപ്സ് കേള്, പ്രീച്ചർ കേൾസ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പ്രീച്ചർ കേൾസ്, റിവേഴ്സ് ഗ്രിപ്പ് ചെയ്യാം, റിസ്റ്റ് കേൾ ചെയ്യാം, ലെഗ് കേൾ ചെയ്യാം, ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാം, ക്രഞ്ചസ് ചെയ്യാം, സ്ട്രെയിറ്റ് ആം പുൾ ഓവർ ചെയ്യാം, ലാറ്റ് പുൾ ഫ്രണ്ട് ചെയ്യാം, ബട്ടർഫ്ലൈ വെർട്ടിക്കൽ ബെഞ്ച് പ്രസ് ചെയ്യാം, ബാക്ക് കിക്ക്, അതുപോലെ സൈഡ് കിക്ക്. ഒരുപാട് ഇതുപോലുള്ള ഇതിനകത്ത് 15 എണ്ണമാണ്. ഇതിനകത്ത് കാണിക്കാത്തതായിട്ടുള്ള കുറച്ച് വർക്കൗട്ട്സ് കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 17,000 ആണ്. അപ്പോൾ ഈ 17,000 ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഒരുപാട് വർക്കൗട്ട്സ് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഈഗോ ലിഫ്റ്റൊന്നും ചെയ്യാതെ ഒരു മോഡറേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകേണ്ട ആളുകൾക്ക് വളരെ നീറ്റായിട്ട് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആ ഒരു 6 വർഷമായിട്ട് തന്നെ ഞാൻ വലിയ ഹെവി ഒന്നും ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാറില്ല. അതിനു മുമ്പ് നല്ല രീതിയിൽ ജിമ്മിൽ ഹെവി ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയാണ് ബോധോദയം ഉണ്ടായത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയത്. അത്രയും വലിയ ഹെവി ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഫിസിക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ബോഡി ബിൽഡർ ലൈക്ക് ഒരു ഭയങ്കര ഹെവി ഫിസിക്കിനോട് ഇപ്പോൾ താല്പര്യമില്ല. എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള മസ്കുലർ എസ്തെറ്റിക് ഫിസിക്കിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അത്രയും ഹെവി എനിക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാണ് എൻ്റെ സ്പൈനിലും എൻ്റെ ജോയിൻസിലും എൻ്റെ മസിൽസിലും ഒക്കെ ആവശ്യമില്ലാത്ത അത്രയും സ്ട്രെസ് കൊടുക്കുന്നത്. ഒരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. സോ ആ ഒരു നീഡിന് ഇത് തന്നെ ധാരാളമാണ്. ഇനിയും 1-2 മെഷീൻസും കൂടെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ കാണുന്ന ഡോറിന് അപ്പുറത്തേക്കും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് അവിടേക്കും കൂടെ കുറച്ച് മെഷീൻസ് അറേഞ്ച് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പാക്കി എടുക്കാൻ പ്ലാനുണ്ട്. പിന്നെ കുറച്ച് ഡംബിൾസ് കൂടെ വാങ്ങിക്കണം. സോ അത്രേ ഉള്ളൂ. അതുപോലെ ഈ ട്രെഡ്മില്ല് ഇതും ആമസോണിൽ നിന്ന് പർച്ചേസ് തന്നെയാണ്. ഏകദേശം ഒരു 24-25 അറൗണ്ട് എന്തോ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് തോന്നുന്നു. 14 സ്പീഡ് വരെ ഇതിനകത്തുണ്ട്. അത്യാവശ്യം ഒരു 100 kg വരെയുള്ള ആൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ 85 ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇത്ര നാളും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഒരു 30 to 45 മിനിറ്റ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോം ജിം വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വ്ളോഗ്സുമായിട്ട് നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരാം, ശ്രമിക്കാം. So I hope you find this video interesting. I'll see you in my next video. I'm Adil Hussain, signing off.